വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രബോധ് കുമാർ എസ്. ആധുനിക സമൂഹത്തിന് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടപ്രായമായ ഒരു വസ്തുതയാണ് ലക്ഷ്യബോധം. രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് പൊതുവെയുള്ളത്. ഒന്ന് തൊഴിൽ ലക്ഷ്യമാണ്, മറ്റൊന്ന് ജീവിത ലക്ഷ്യവും. ഒരുപക്ഷെ തൊഴിൽ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മിൽ പലരും ബോധവാന്മാരായേക്കാം. എന്നാൽ ജീവിത ലക്ഷ്യത്തെപ്പറ്റി നമ്മിൽ എത്ര പേർ ചിന്തിച്ചു? എത്ര പേർ ഇതിനായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി എന്ന് സ്വയം വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ പരാജയങ്ങളുടെ തലം തിരിച്ചറിയാൻ കഴിയുക. ആദർശശാലിയായ ഒരാൾ ജീവിതത്തിൽ ഒരു തവണ മാത്രം മരിക്കുന്നു, എന്നാൽ ആദർശശൂന്യനായ ഒരാൾ പലതവണ മരിക്കുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇവിടെ സ്വാമിജി അടിവരയിടുന്ന കാര്യം ലക്ഷ്യബോധം തന്നെയാണ്. മനുഷ്യജീവിതത്തെക്കുറിച്ച് കുറഞ്ഞൊരു ചിന്തയുണ്ടായാലേ ജീവിതത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നിരർത്ഥകതാവാദം പോലുള്ള പാശ്ചാത്യ ചിന്തകൾ ഇന്ന് മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നു. ജീവിതം എന്തിന് എന്ന ചോദ്യത്തിനു മുമ്പിൽ മനുഷ്യനിന്ന് പകച്ചു നിൽക്കുന്നു. മറ്റുള്ളവരെ ചൂഷണം ചെയ്തും മറ്റു ജീവികളെയും സഹബന്ധുക്കളെയും നശിപ്പിച്ചിട്ട് പോലും വ്യക്തിപരമായ സുഖം തേടുന്നവരായി, താൽക്കാലിക സുഖം തേടുന്നവരായി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പുതിയ തലമുറയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന ചിന്തയുടെ പ്രാധാന്യം. മനുഷ്യജീവിതമാണ് ഏറ്റവും മഹത്തായത് എന്ന് ഭാഗവതവും ബൈബിളും ഖുറാനും ഘോഷിക്കുന്നു. ഈശ്വര സൃഷ്ടിയിൽ ഈശ്വരൻ്റെ പൂർണ്ണതയുള്ള ഒരേയൊരു ജീവി മനുഷ്യനാണെന്ന് ശ്രീമദ് ഭാഗവതം. ഖാലറസുലുലാഹി ഉത്തുലുബ് ഉൽ ഇൽമ മിനൽമഹദി ഇല്ലല്ലാഹദി എന്ന വചനത്തിലൂടെ ഖുറാൻ പറയുന്നു, ഈശ്വരനിലെത്തുമ്പോഴാണ് മനുഷ്യനവൻ്റെ പൂർണ്ണതയറിയുന്നത് എന്ന്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം ഈശ്വരവചനത്തോടെയായിരുന്നു എന്ന് ബൈബിൾ. വചനം ദൈവമായിരുന്നു എന്ന് വേദം. ഈ വചന ചൈതന്യം മനുഷ്യന് മാത്രമുള്ളതാണ്. സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യർക്കേ ഉള്ളൂ. മനുഷ്യൻ ദൈവം തന്നെയാണെന്ന് അർത്ഥം. അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും അയമാത്മബ്രഹ്മ എന്നും ഋഗ്വേദാദി ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ അവനവനിലെ ഈശ്വരീയതയെ സ്വയം കണ്ടെത്തി ആ പൂർണ്ണതയിൽ വിലയം പ്രാപിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിലൂടെ, സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ, ത്യാഗത്തിലൂടെ, സമർപ്പണത്തിലൂടെ ജീവിക്കാനാണ് മഹത് ഗ്രന്ഥങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത്. ത്യജേദേഹം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ ത്യജേ കുലം ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥ്വീം ത്യജേത് എന്ന സുഭാഷിതം നോക്കുക. നാമെല്ലാം കുടുംബത്തിനായും, കുടുംബം ഗ്രാമത്തിനും, ഗ്രാമം രാഷ്ട്രത്തിനും, രാഷ്ട്രം ഈ സകല ജീവപ്രപഞ്ചത്തിനും വേണ്ടി ത്യാഗം ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, സ്നേഹവും സേവനവും ത്യാഗവും സമർപ്പണവും എടുത്തുമാറ്റിയാൽ ഭാരതം കേവലമൊരു വട്ടപൂജ്യമായി മാറും എന്ന്. ഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ പാരമ്പര്യമാണ്, ജീവിതവ്രതമാണ്, ജീവിത ലക്ഷ്യമാണ് സ്വാമിജി ഇതിലൂടെ വ്യക്തമാക്കിയത്. ഈ പ്രപഞ്ച ജീവിതത്തിന് നിയതമായ അർത്ഥമുണ്ട് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാവണം. ആയതിൻ്റെ ശരി കണ്ടെത്താൻ സാധിക്കുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണ്. ലക്ഷ്യരഹിതമല്ല ജീവിതം എന്ന് തിരിച്ചറിയുക. ഈയൊരു ദർശനമേ നമ്മുടെ ഇന്നിൻ്റെ പോരായ്മകളെ പരിഹരിക്കാൻ ഒറ്റമൂലിയാവൂ എന്നറിയുക. കവി ആഹ്വാനം ചെയ്യുന്നത് നോക്കുക. ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവശക്തങ്ങൾ, വിദൂര തേജോലോകങ്ങളിലും പറന്നു ചെന്നിടാൻ എന്ന്. മനുഷ്യന് വാനോളം വളരാം, വാനത്തിന് അതിരുമില്ല. ആ തരത്തിൽ വളരാൻ, വികാസം കൊള്ളാൻ ഒരു ലക്ഷ്യം ചിട്ടപ്പെടുത്തുക. അങ്ങനെയാവട്ടെ നമ്മുടെ ജീവിതം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രബോധ് കുമാർ എസ്.